നമുക്കും നാട്ടുകാർക്കും അനന്തകൃഷ്ണപിള്ളയ്ക്കും അഭിമാനമായി നിലകൊള്ളൂ. എങ്ങനെ 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 അതെല്ലാവർക്കും അറിയില്ല. എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? അനന്തകൃഷ്ണപിള്ളയ്ക്ക് അത് അറിയില്ല. ഇയാൾ എന്തായി പറയണേ? ഏട്ടാ മടയാ, അനന്തകൃഷ്ണപിള്ള ചത്തുപിണ്ണം വെച്ചു. അയാൾ ആരോടും മാരകവും ഗാനശാലയും ഒന്നും പണിയാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ തല വെട്ടിക്കളയാൻ പോണമെന്നില്ല. എങ്ങനെ 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 അനന്തകൃഷ്ണപിള്ളയെ സേവ എടുത്ത് നീ തിന്നും കുടിച്ചും പോകുന്നില്ലേ? നിനക്കാണെങ്കി ഒരു ജോലിയില്ല. 3-4 പെമ്പിള്ളേര് നിനക്ക് ഇളയതാ. തന്തയുടെ സ്ഥാനത്ത് നീയാ. അതുകൊണ്ട് ഈ പൈസ ഉപയോഗിച്ച് അവനവന് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അല്ലാതെ മാരകം തേങ്ങ കൊല പിഷാരടി വൈദ്യൻ. ഇയാൾ എന്ത് നേരെ കൊണ്ട് പറഞ്ഞില്ല? നിനക്കൊരു ജോലി ഇല്ലല്ലോ. തന്തയുടെ സ്ഥാനത്ത് നീയല്ലേ 3-4 പെൺപിള്ളേർക്ക്. അതുകൊണ്ട് ചെലവ് ആക്കാതെ നോക്ക്. സ്വന്തം കാര്യം നോക്ക്. ഇയാളുടെ കരടത്തിനായിട്ട് തന്നാലുണ്ടല്ലോ. മാത്രവുമല്ല, നാട്ടുകാരുടെ മുമ്പില് ഇയാളുടെ പാരവെപ്പ് പരിപാടി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേര് വേണുഗോപാലനല്ല, അനന്തകൃഷ്ണപിള്ള സാറോട് ഈ ചെയ്യാൻ ഇയാൾക്ക് എങ്ങനെ തോന്നിയിടോ? ഈ നാട്ടിന്റെയും നാട്ടുകാരുടെയും രക്ഷിതാവാണ് അദ്ദേഹം. അനന്തകൃഷ്ണപിള്ള സാറിന്റെ ആത്മാവ് പോലും തന്നോട് പൊറുക്കില്ലടോ. അയ്യോ ചതിച്ചോ? നിനക്കൊരു തൊഴിലില്ല. അറിയാം. 3-4 പെമ്പിള്ളേര് നിനക്ക് ഇടയതാ. അറിയാം. തന്തയുടെ സ്ഥാനത്ത് നീയാ. അതും അറിയാം. വെറുതെ അറിഞ്ഞത് കൊണ്ട് എന്തറിയാം? അനന്തകൃഷ്ണപിള്ള സാറ് അയാൾക്ക് ഒന്നും അറിയില്ല. ഉറുപ്പ് അദ്ദേഹം. ഉറുപ്പിനോട് പോകാൻ പറ. മെമ്പർ നമ്പർ നാട്ടുകാര്. എന്തോന്ന് നാട്ടുകാര്? ഊതുമ്പോ അങ്ങോട്ടും കുടിക്കുമ്പോ ഇങ്ങോട്ടും. അതാ നാട്ടുകാര്. ഇയാൾ ഇഷ്ടത്തോടെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷെ കള്ള നീ പേടിപ്പിച്ച് കളഞ്ഞില്ലേ? എന്താ പ്ലാൻ? നമുക്കൊരു തീരുമാനത്തിലെത്താം. നമ്മൾ രണ്ടുപേരും ഈ പൈസ ഉറപ്പ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നില്ല. ഉറപ്പാണോ? ഉറപ്പ്. അന്ന് മുതലാണ് രാഷ്ട്രപതി വരട്ടുചൊറി ഒരു ദേശീയ രോഗമായി പ്രഖ്യാപിച്ചത്. ഇപ്പൊ എത്തിയുള്ളൂ. പിരിവൊക്കെ എങ്ങനെയുണ്ട്? ഓ, ഇങ്ങനെ പോകുന്നു. വേണുഗോപാലൻ എന്താ സുഖമില്ലേ? എന്ത് പറയാനാ, പിരിവെന്ന് പറഞ്ഞ രാവും പകലില്ലാതെ നടക്കുകയാണല്ലോ. വേണു, വൈകിട്ട് അങ്ങോട്ട് വാ, ഞാനൊരു കുഴമ്പ് തരാം കയ്യിൽ തേക്കാൻ. ഞാനിപ്പോ അതെ, പിരിവൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെ പോകുന്നുണ്ട്. മെമ്പർ ഇന്നലെ പൈസ തന്നു കേട്ടോ. ഓ, ഇതേ ഈ വേണുഗോപാലന്റെ പുറമെ കണ്ടുവരണം. ഇവനൊക്കെ ഇങ്ങനെ കൊണ തിരിഞ്ഞു പോയത് എന്തോ അവൻ അല്ലേലും അല്പം അരിഷ്ടം കൂടുതലാ. എടോ, കുറെ നാളായി തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതി. തനിക്ക് ഈ നാടും പൊരുത്തും ഒക്കെ നോക്കാൻ അറിയോ? എന്താ ഗുരുപ്പദ്ദേഹം പറയണേ? നാടും പൊരുത്തം നോക്കണൊക്കെ കണിയന്മാരല്ലേ, വൈദ്യന്മാരാണോ? പെണ്ണിനൊരാലോചന ഇപ്പോഴെങ്കിലും തോന്നിയല്ല ഗുരുപ്പദ്ദേഹത്തിന്. പണ്ട് പെരുത്തിന് കേട്ടാ തോന്നും എന്റെ കുഴപ്പം കൊണ്ടാ ഇതൊന്നും നടക്കാറില്ല. പിന്നെ സ്വന്തം മകളുടെ കാര്യത്തിന് പോലും മടിയല്ലായിരുന്നോ? എന്ത് പറഞ്ഞാലും എനിക്ക് വയ്യ. മകൾക്ക് 10-26 വയസ്സായില്ലയോ? എടോ, ചൊവ്വാദോഷമുള്ള പെണ്ണ, അതേ ദോഷമുള്ള ചെറുക്കൻ തന്നെ വേണം. കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടർ വന്ന് ഇലക്ട്രിസിറ്റിയാ പണി, ഇതൊന്നും ഒത്തു കിട്ടിയാ കൊളാം. പേരും നാളൊക്കെ എഴുതി വാങ്ങിച്ചോ? എല്ലാം തന്നേച്ചാ അവര് പോയത്. പെണ്ണിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പൊന്നും പണം ഇതിന് കൂടുതലാ. കൊടുക്കണം കുറുപ്പദ്ദേഹം. ഒറ്റ മകളല്ലേ ഉള്ളൂ, അന്തസ്സായി തന്നെ പറഞ്ഞു വിടണം. ഇത്തിരി ഉരുപ്പിടികളൊക്കെ ഉണ്ട്, പക്ഷേ പണം ഇത്തിരി കൂടുതലാ. എന്റെ താഴെ കണ്ട വിറ്റ് കഴിഞ്ഞാ
കാര്യങ്ങള് കുഞ്ഞിക്കണ്ണൻ നായരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാള് പറയാ വസ്തുവിനൊന്നും ഇപ്പൊ വലിയ ഡിമാൻഡ് ഇല്ല. ഒന്നുമില്ല. നമുക്കൊരു കാര്യം വരുമ്പോ അവന്റെ അമ്മയുടെ ഒരു ഡിമാൻഡ്. എടോ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എവിടുന്ന് എടുത്ത് മറിക്കാനാ പൈസ? താൻ മറിക്കണ്ടടോ. പിന്നെ ഈ പിരിവെടുത്ത പൈസയൊക്കെ വന്നെങ്കിൽ തന്നു കഴിഞ്ഞാ ഞാൻ ഇതങ്ങനെ നടന്നു. ഐഡിയ കൊള്ളാം. താഴെ കണ്ട വിറ്റ് കഴിഞ്ഞാ സ്മാരകവും വായനശാലയും എല്ലാം പണിയാമല്ലോ. പക്ഷേ വേണുഗോപാലൻ അവനോട് താൻ പറഞ്ഞാൽ മതി. എനിക്ക് അത്ര വിശ്വാസം പോരാ. താനും മെമ്പറും ഒക്കെ കൂടി പറഞ്ഞാൽ അവൻ കേൾക്കുവേടോ. എന്തൊക്കെ ആയിക്കോട്ടെ, ഞാനുണ്ട് കുടുംബദ്ദേഹത്തിന്റെ കൂടെ. ധൈര്യമായിട്ട് നടന്നോ കുടുംബദ്ദേഹം, നമുക്ക് നടത്താം. എനിക്ക് അത് മതി. നമസ്കാരം. ആരാ? അറിഞ്ഞുകൂടാ. ഞാൻ സുദർശനൻ, ഏലപ്പാടത്തെ വാസുദേവൻ നായരുടെ മകൻ. കേട്ട് കാണും കാഞ്ഞിരമറ്റം തിയേറ്റേഴ്സ്. അതാ എവിടെയോ കണ്ട മാതിരി. അതെ അല്ലേലും നല്ല മനുഷ്യരെ ദൈവം പെട്ടെന്ന് വിളിക്കും. വഴുതിരി മെമ്പറും പോലുള്ളവർ ഇവിടെ കടന്ന് നാടകിക്കും. ഈ വാസുദേവൻ നായര്, വാസുദേവൻ നായരെ കുറിച്ച് ഇയാൾ എന്തോന്ന് പറയാനാ? എന്തെങ്കിലും തുടങ്ങിയത് എന്താണോ ഞങ്ങൾ തമ്മില്? എന്ത് സ്നേഹമുള്ള മനുഷ്യരായിരുന്നു. നനച്ചിരിക്കാതെയല്ലേ ഇന്ന് നീ നാളെ നീ എന്നാണല്ലോ മരിച്ച് നമ്മള് അറിയാമടോ. അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തി. 3 വർഷം കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇവന്റെ അമ്മ എന്ത് കാണിച്ചായിരുന്നു അറിയോ? അയ്യോ കുടുംബത്തെ എന്തായി പറയണേ? സുദർശന്റെ അച്ഛൻ വാസുദേവൻ നായർ നല്ല ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചിരിക്കണേ. എന്തെങ്കിലും കേൾക്കണതിന് മുമ്പ് പറഞ്ഞു തുടങ്ങണം ഓരോന്നും. ഏത് വാസുദേവൻ നായരുടെ മനോഹരൻ? സുദർശനന്റെ അച്ഛൻ വാസുദേവൻ നായരുടെ കാര്യം പറയണേ. സാരമില്ല, ഓർമ്മ പശ കൊണ്ട് പറഞ്ഞതല്ലേ. പ്രായമായ മനുഷ്യൻ. പിന്നെ ഞാൻ വന്നത് പെണ്ണിന്റെ കാര്യത്തില് അതേതാണ്ട് ഉറപ്പിച്ചല്ലോ കൊച്ചിനെ. ചുവടോട്ടുണ്ടാ വൈകിയത്. നീയും ചുവടോട്ടക്കാരനാണോ? നോക്കണേ, ആലോചന വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചാ. എനിക്കൊരു സംശയം. ഒരു സംശയം വേണ്ട. പെണ്ണിനൊരു ചെറുക്കനെ നോക്കണമെന്ന് ഇയാളോട് പറഞ്ഞിട്ട് നാളെ ഫ്രീയായി. ഇപ്പൊ വന്ന കൂട്ടർ ഏതാണ്ട് ഉറപ്പിച്ചു പോയതാന്ന് ഇയാൾക്ക് കൂടി അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ ഈ കൊച്ചിനെ ബുദ്ധിമുട്ടിച്ചേ? സംശയം അതല്ല. ഇനി ഏതായാലും താൻ കൊണ്ടുവന്നതായ കാരണം ഞാൻ ഇതും കൂടി പരിഗണിക്കാം. തള്ളുന്നില്ല. ഇതെന്തൊരു മനുഷ്യൻ, സ്വന്തമായി ഒന്നും പറയുമില്ല, മറ്റുള്ളവരോട് പറയാൻ സമ്മതിക്കുകയുമില്ല. പയ്യൻ പറയട്ടെ, അവനും ചിലപ്പോ ഡിമാൻഡുകൾ കാണും. കാലം മാറി വരില്ലേ? നീ പറ വാസുദേവനായരുടെ കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള കാര്യമാണ്. നീ പറ. ഞാനത് പറഞ്ഞോട്ടെ എന്റെ സംശയം. സംശയിക്കണ്ട, നല്ല പേര് കേട്ട കുടുംബമാണ്. ഞാൻ പോകുന്നു. ഇവിടെ ഭ്രാന്ത് പിടിക്കും. നീ എവിടെ നിൽക്കും സുദർശന? ഞാൻ പറയട്ടെ, എനിക്ക് പറയാനില്ല. പിന്നെ സംശയം താനൊന്നും മിണ്ടാതിരിക്കണോ വൈദ്യരെ? കുറുപ്പത്തെ ഈ പയ്യൻ നമ്മുടെ അറിയാമല്ലോ. താൻ കൊണ്ടുവന്ന ഒരു ആലോചന. പിന്നെ നീ പറ സുദർശന. സ്മാരക ഫണ്ടിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വന്നതാ. കൈയുള്ളോ? എന്നാ ഇത് അങ്ങോട്ട് ആദ്യം പറയാനില്ലേ? നിങ്ങൾ സമ്മതിക്കണ്ടേ? അവന് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടായി. സഹകരിക്കാന്നാ പറഞ്ഞേ. വളരെ നല്ലത്, വളരെ നല്ലത്. ഇതുപോലെ ഓരോ ചെറുപ്പക്കാരും മുന്നാക്കം വരണം. എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ജോലിയൊക്കെ പാസ്സായി. കാഞ്ഞിരമറ്റം തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്. നാടകം എനിക്ക് ജീവനാണ്. അതുകൊണ്ട് മാത്രമാണ് അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. കേട്ട് കാണും, ഞാനൊരു നല്ല കള്ളൻ. അതൊരു നാടകത്തിന്റെ പേര. 200 വേദികൾ കളിച്ചു. നാടകം ഒഴിച്ച് എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. പിന്നെ ഇപ്പോ നാടകവും ഇല്ല. അത് തന്നെ കാര്യം. അനന്തകൃഷ്ണപിള്ള സാറിന്റെ പേരിൽ ഒരു സ്മാരകം പണിയുന്നു എന്നറിഞ്ഞു. കേട്ടപ്പോൾ അഭിമാനം തോന്നി.
അതുമായി സഹകരിച്ചില്ലെങ്കിൽ വല്ലാത്ത കുറ്റബോധം. കാരണം അദ്ദേഹം എന്നെ അത്രത്തോളം സ്വാധീനിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മില് മുമ്പേ പരിചയം ഉണ്ടായിരുന്നോ? പിന്നെ ഇവനെ പഠിപ്പിച്ചത്രയും വലുതാക്കിയത് അദ്ദേഹമല്ലേ? ഞാൻ ഇന്നും ഓർക്കുന്നു, സ്കൂളിൽ പഠിക്കുന്ന കാലം പാഠപുസ്തകം ഇല്ലാത്തതിന് ക്ലാസ്സിൽ ടീച്ചർ എന്നെ പുറത്താക്കി. സ്കൂളിനടുത്തുള്ള വായനശാല മുറ്റത്ത് വെച്ചാണ് അനന്തകൃഷ്ണപിള്ള സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത്. എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം എന്റെ എല്ലാ പഠന ചെലവുകളും വഹിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അങ്ങനെ BA പാസ്സായ വിവരം ആകാംക്ഷയോടെ പറയാൻ കാത്തിരുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ മരണവാർത്ത നീ വിഷമിക്കാതെ, നിനക്ക് നല്ലതേ വരും. എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം സർ. എന്നാൽ മാത്രമേ എന്റെ ജീവിതം ധന്യമാകൂ. അതിനല്ലേ ധന്വന്തരി കഷായം പറയുന്ന കാര്യം ഇവന് നമ്മുടെ ആ റെസീറ്റ് ബുക്കും നോട്ടീസും എല്ലാം എടുത്തു കൊടുക്ക. കേട്ടോ സുന്ദരേഷ? സുന്ദർശ, ആദ്യം സ്മാരകം പണി പൂർത്തിയാക്കണം. ഇതൊരു മണ്ഡപവും ഒക്കെ വേണമല്ലോ. കഴിവതും കൂടുതൽ തുക പിരിക്കാൻ നോക്കണം. അന്നത്തെ തുക എന്നെ ഏൽപ്പിക്കണം. ഇദ്ദേഹമല്ല നമ്മുടെ ഖജാൻജി, ഞാൻ കാര്യദർശി. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഞാനും വരണ്ടേ? എനിക്ക് വയ്യ. നമുക്ക് കമ്മിറ്റി ഓഫീസ് വരെ പോവാം. എനിക്കൊരു സംശയമുണ്ട്, നടന്നുകൊണ്ട് പറയാം. തൊഴിലൊന്നുമില്ലാതെ തെണ്ടി നടന്ന നിന്നെ എന്റെ ആടുമാടുകളെ വളർത്താൻ ഏൽപ്പിച്ചതും നിനക്ക് ആദ്യമായൊരു മുണ്ടും ഷർട്ടും വാങ്ങി തന്നതും ഞാനായിരുന്നു.
അന്നും നിന്റെ വൃത്തികെട്ട ഇത്തരം ചെയ്തികളിൽ ഞാൻ കുണ്ഠിതപ്പെട്ടിരുന്നു. പിണ്ണാക്കം കാലിത്തീറ്റയും വാങ്ങുന്ന പേരിൽ നല്ലൊരു തുക മാസാമാസം നീ വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇനിയെങ്കിലും നീ നന്നാവുമെന്ന് ഞാൻ കരുതി. വേണുഗോപാല, എന്നെ കബളിപ്പിക്കുവാൻ നിനക്ക് കഴിയും. പക്ഷേ ഈ നാട്ടുകാരെ പറ്റിക്കുവാൻ നിനക്ക് കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ കൊള്ളരായ്മക്കെതിരെ അവർ ശബ്ദമുയർത്തും. അന്ന് നീ പശ്ചാത്തലിക്കും. ആയതിനാൽ നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.